രശ്മോൾ മൈൻഡില്ലല്ലോ. എന്താണാവോ? എന്താ ആലോചിക്കണേ? What is the use, even if I tell you? അങ്ങനെ പറയല്ലേ. ലെറ്റ്സ് തിങ്ക് ആൻഡ് സോർട്ട് ഇറ്റ് ഔട്ട് ടുഗദർ. നമ്മൾ നോർമലി അങ്ങനെയല്ലേ ചെയ്യാറ്. മನೆಗೆ ಹೋಗ್ಬೇಕು. അത്ര ഉള്ള. See, it is silly for you, not for me. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളോ. ലെറ്റ്സ് നോട്ട് തിങ്ക് ടു മച്ച്, ബട്ട് ലെറ്റ്സ് ഗോ ഹോം. സിമ്പിൾ. ബട്ട് എനിക്കൊരു 2 months ആണെങ്കിലും നിൽക്കണം. കുറേ ദിവസമായില്ലേ. അതിനെന്താ, നിന്നോ, ഞാൻ നിൽക്കാം. ടിക്കറ്റ് നാളെ തന്നെ ബുക്ക് ചെയ്താലാ? Okay, you're such a sweet wife. I'll go back, you go and book tickets. വൈഫാ? ശരിക്കും വിളിച്ചതായിരിക്കോ? ഏയ്, ആയിരിക്കോ? ഹലോ. എടാ നീ എന്താണ് ഇന്നലെ ഓടിക്കളഞ്ഞത്? അതൊക്കെ വിട്. നാളെ ഒരു പരിപാടി ഓണാക്കിയാലോ? ഇല്ലടാ, ഞാൻ നാളെ റഷ്യ ഡ്യൂട്ടി പോണേ. 2 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അയ്യേ, ഭാര്യ വീട്ടിൽ 2 മാസം? എന്താണ് 2 മാസം? നാളെ റഷ്യയുടെ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചിരിക്കുന്നു. 2 മാസം കഴിഞ്ഞിട്ട് വരുവോളായിരിക്കും. 2 മാസോ ഭാര്യ വീട്ടിൽ? കടുവായി കിടുവെ പിടിക്കുന്നേ, അമ്പമ്പോ മരവന്തിന് ചായം പൂശിന്നേ, അയ്യോ കിളവൻ പോയി. അവളുടെ വീട്ടിൽ അധികം നാൾ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരും വീട്ടുകാരും കളിയാക്കും. പോയില്ലെങ്കിൽ അവക്കും വിഷമവും. അയ്യോ, ഹേ കടുവ, വേഗ ഇറങ്ങ്. ഫുൾ ടൈം ഇതിനകത്ത്. I don't know what he's doing. വേഗ റെഡി ആവടാ. How long can a man live at his wife's house? അതെന്താ അങ്ങനെ ചോദിച്ചേ? See, വൈഫ് ഹൗസിൽ അധികം നാൾ നിന്ന് കഴിഞ്ഞാൽ അവന്റെ വീട്ടുകാരൻ അവനെ കളിയാക്കും. ഇനി ഇത് മൈൻഡ് ഉണ്ടാകുന്ന തന്നെ വെച്ചോ. പെണ്ണിന്റെ വീട്ടുകാരൻ അവർക്ക് ഒരു ചോദ്യം, ആ ചെക്കൻ ഫുൾ ടൈം ആ പെണ്ണിന്റെ വീട്ടിലാണല്ലോ. ഈ കിടുവകൾക്ക് പാവയെ കടുവേനെ ഇട്ട് കൊടുക്കണോ? അപ്പൊ പോണ്ടേ? എന്തായാലും മോളെ ആഗ്രഹിച്ചല്ലേ. ലെറ്റ്സ് ഗോ ദേർ. കൊറേ ഉണ്ടല്ലോ. നീ ഇങ്ങ വന്നേ. അവളുടെ വീട്ടിൽ അധികം ദിവസം നിൽക്കരുന്നല്ലേ എനിക്കറിയാം. ശരി, വേഗം വന്നോട്ടാ. ഓ, ചെറുക്കനിനി ഭാര്യ വീട്ടിൽ എത്ര ദിവസം പോയി നിൽക്കുന്നാവോ? പറഞ്ഞിട്ടുണ്ട്. എന്നാ നമുക്കിനി കുറച്ച് ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നാലോ? അവര് വരുമ്പോ തിരിച്ചു വരാം. മര്യാദക്ക് പോട്ട്. ഇനിയിപ്പോ നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നേ? നിങ്ങളല്ലേ എന്നോട് ഭാര്യ വീട്ടിൽ അധികം ദിവസം നിൽക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളെവിടെ പോണു? ഞങ്ങളിതേ ഇവളുടെ വീട്ടിൽ പോണു. എന്നോട് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് അച്ഛൻ എങ്ങടാ പോണത്? കൊല്ലുന്നേ. ഓ, ചെറുക്കൻ വന്ന്. ഇനി പോക്കും നടക്കൂല. മോനെ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാവോ? അയ്യേ, വിഷ്ണുവിനാ പേടിയാ? ശരിയെന്നാ കിടന്നോ. ഓക്കെ, ലവ് യു, മിസ് യു. ഇനി സമാധാനമായിട്ടൊരു സിനിമ കാണാം. ഇത് കടച്ചേക്കട്ടെ. എന്താ മോനെ? എടാ വിഷ്ണു, വിഷ്ണു എനിക്കടാ, ഞാനടാ, എനിക്കടാ. പൈപ്പിൽ വെള്ളമില്ലേ? എന്നാ നിന്നെ തോർത്തെങ്കിൽ തോർത്ത്. എന്താ ഒരു സൗണ്ട് കേട്ടതെന്നാവോ? എടാ എനിക്കടാ. എന്റെ ചെക്കനേതാ ചെയ്യണത്? എന്റെ അമ്മച്ചി. എടാ മോനെ വിഷ്ണു, എണീക്കടാ. എന്തു പറ്റിയടാ? അയ്യോ, എന്നെ നടു ചവിട്ടി ഓടിച്ചേ. അതിന് നടുവിലല്ലാന്ന് ചവിട്ടിയത്. സോറി, ആളറിയാതെ ചവിട്ടിയതല്ലേ. അത് ഞാൻ അത്ര വിശ്വസിച്ചിട്ടില്ല. അല്ല, പുറത്തച്ഛൻ കൊതുകിനെ പോയിപ്പിക്കണായിരുന്നു. അപ്പൊ എന്റെ റൂമിലാരാണെങ്കിയത്? നിനക്കത്ര ഡൗട്ട് ഉണ്ടെങ്കിലേ പോയി നോക്കടാ. മനുഷ്യന് ഈ അവസ്ഥയിലാക്കിയതും പോരാ. വാ മോളെ, നോക്കെന്തെങ്കിലും വഴക്കുണ്ടെങ്കിലേ പറഞ്ഞു തീർക്കാട്ടോ.
പോയി നോക്കണം. പോലെ ഞാൻ വന്ന് ഇതിലും വലുത് വല്ല പ്രേതം തന്നെയായിരുന്നു. പുറത്തുപോയി കിടക്കാം, അല്ലെങ്കിൽ വേണ്ട. ഹലോ മിസ്റ്റർ പെടിത്തുറി. നീ എന്തിത്ര രാവിലെ? രാവിലെയാ? സീ ദ ടൈം. ഈവനിങ് ആയാ? ബെല്ലടിക്കണ കേട്ടില്ലേ? പോയി നോക്ക്. ഇപ്പൊ ആരുമില്ലേ? ഹായ് മിസ്റ്റർ പെടിത്തുറി. നീ ഇതെങ്ങനെ വന്നു? ആ ബാഗ് എടുത്തോ. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ ഐ സ്റ്റേ ദേർ ഫോർ ലോnger ടൈം? അല്ല, ഇത് നീ എങ്ങനെ അറിഞ്ഞു? ഇവിടെ ഒരു ഇല അനങ്ങിയാലോ ഞാൻ അറിയും. അനങ്ങിയതല്ല അല്ല. ആ മോള് വന്നാ? മോൾക്ക് അധികം ദിവസം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലേ? ഇരിക്കണ കണ്ടില്ലേ പേടിത്തൊണ്ടൻ. ആരാ പറയണത്? മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കോ? നന്നായുള്ളൂ. നീ പൈസ അന്വേഷിച്ചേ മോനെ ഇതൊന്നും എണ്ണി വെച്ചേ മോനെ. ഇതെവിടെതാണ് ഇത്രയും ക്യാഷ്? ഇന്ന് 29-ാം തീയതി അല്ലേ? 5-ാം തീയതി കൊടുക്കാനുള്ള ചിട്ടിക്കാശാണത്. 2 ദിവസത്തിനുള്ളിൽ എന്റെ ക്യാഷ് ഒന്നുമില്ലെങ്കിൽ നീ ചെയ്തതെല്ലാം നിന്റെ വീട്ടിലറിയും.